ഹായ് നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ CFSOയുടെ ക്ലാസ്സിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സീരീസുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. ഇതിനു മുമ്പ് എക്സാമിന് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളും അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് അഡീഷണൽ ക്വസ്റ്റ്യൻസും കൂടി നമുക്കിന്ന് പരിചയപ്പെടാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ സീരീസുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുള്ള ക്ലാസ് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, ഏതൊക്കെ തരത്തിലുള്ള സീരീസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സീരീസിനെ ഏത് രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്ന ക്ലാസ് നിങ്ങൾ കൃത്യമായിട്ട് കണ്ടു മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം മാത്രം ഈ ക്ലാസ്സിലേക്ക് വരിക. അപ്പോൾ ഇതിന് നമുക്ക് പാർട്ട് 1ഉം പാർട്ട് 2ഉമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 2 പാർട്ട് ക്ലാസ് ആയിട്ട് വരുന്നുണ്ട്. അതിന് നമ്മുടെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് പല വെറൈറ്റിയിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. CFSOയ്ക്ക് മുമ്പ് ചോദിച്ച ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സെലക്ട് ദ ടേം ദാറ്റ് വിൽ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോയിങ് സീരീസ്. CFSOയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണിത്. അപ്പോൾ ഇതൊരു ആൽഫബറ്റ് സീരീസ് ആണ്. ആൽഫബറ്റ് സീരീസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്, ഈ സീരീസിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്, നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സീരീസുകൾ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മിക്കവാറും ഇത്തരത്തിലുള്ള സീരീസ് വളരെ പെട്ടെന്ന് ആൻസറിലേക്ക് പോകണം എങ്കിൽ CFSO അല്ലെങ്കിൽ നമ്മൾ SSC അതുപോലെ തന്നെ CSEB അങ്ങനെയുള്ള ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള പരീക്ഷകൾക്കെല്ലാം നമുക്ക് ഇതുപോലെയുള്ള ആൽഫബറ്റ് സീരീസുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇത്തരം ഒരു ടേബിൾ നമുക്ക് ഉപയോഗിക്കാം. ഈ ടേബിളിൻ്റെ ഒരു പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ ABCD മുതൽ M വരെ വരുന്നുണ്ട്. 1 മുതൽ 13 വരെ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് ഇങ്ങോട്ടാണ്, ആദ്യം ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി, അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നത്. നോക്കാം, M കഴിഞ്ഞ് NOPQRSTUZ വരെയും, അതുപോലെ തന്നെ 14, 15, 16, അതിന് 26 വരെയും എഴുതി ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടേബിൾ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്യാവശ്യം ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യുന്നത്, എന്താണ് ഈ ടേബിളിൻ്റെ ഒരു പ്രത്യേകത? ഇപ്പം ഞാൻ H എന്ന് പറയുന്ന ഒരു ലെറ്റർ എടുത്തു. H എന്ന് പറയുന്നത് ആക്ച്വലി എത്രാമത്തെ പൊസിഷനാണ്, 8ാമത്തെ പൊസിഷനിലുള്ള ലെറ്ററാണ്. അതുമാത്രമല്ല അത് പിന്നിൽ നിന്ന് നോക്കുമ്പോൾ 19ാമത്തെ ലെറ്ററുമാണ്. പിന്നിൽ നോക്കുമ്പോൾ നമ്മൾ എന്താണ്, പുറകിൽ നിന്ന് നോക്കുമ്പോൾ 19ാമത്തെ ലെറ്റർ. അപ്പോൾ മുന്നിൽ നിന്നുള്ളതും അറിയാൻ പറ്റും, പിന്നിൽ നിന്നുള്ളതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് അറിയാൻ പറ്റും. അപ്പോൾ ആൽഫബറ്റ് സീരീസ് മാത്രമല്ല, കോഡിങ് ഡീകോഡിങ് ആണെങ്കിൽ തന്നെയും അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഇതിനകത്ത് ഈ ഒരു ടേബിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ഏത് രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ അടുത്ത പറയാനായിട്ട് പോകുന്നത്. ഇപ്പം നോക്കിയേ, EDH ആണ് കിടക്കുന്നത്. E ഉണ്ട്, D ഉണ്ട്, H ഉണ്ട്. EDH. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഫസ്റ്റ് ലെറ്റേഴ്സ് മാത്രം എന്തെങ്കിലും തമ്മിൽ റിലേഷൻ ഉണ്ടോ എന്ന് നോക്കാം. EBYV ഇതിൽ ഫസ്റ്റ് ലെറ്റേഴ്സിന് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം എന്ത് മാർക്ക് ചെയ്തു, ഞാൻ മാർക്ക് ചെയ്തു. കഴിഞ്ഞാൽ നേരെ ഉള്ളത് B ആണ്. അപ്പോൾ നമുക്ക് 2 ലെറ്റർ 3, അതായത് ഇയിൽ നിന്ന് 3 മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടി, B കിട്ടി. അപ്പോൾ ബിയിൽ നിന്ന് നമുക്ക് വീണ്ടും അടുത്ത ലെറ്റർ ഏതാണ്, അത് കഴിഞ്ഞ് Y ആണ് കിടക്കുന്നത്. നോക്ക്, ബിയിൽ നിന്ന് 3 മൈനസ് ചെയ്യുമ്പോൾ ആര് വന്നു, Y വന്നു. അങ്ങനെയാണെങ്കിൽ അടുത്തത് ആരായിരിക്കണം, Yയിൽ നിന്ന് 3 മൈനസ് ചെയ്യുമ്പോൾ V ആയിരിക്കണം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് മൈനസ് ആയി വരുന്നത് അല്ലേ, V ആയിരിക്കണം. വിയിൽ നിന്ന് 3 മൈനസ് ചെയ്യുമ്പോൾ എന്തായിരിക്കണം, ഫസ്റ്റ് ലെറ്റർ S ആണ് വരേണ്ടത്. അപ്പോൾ S ആണ് ഫസ്റ്റ് ലെറ്റർ ആയിട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത് അല്ലേ. ഫസ്റ്റ് ലെറ്റർ എന്താണ്, S ആണ്. S ആണ് എങ്കിൽ നമുക്ക് ഏതൊക്കെ ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, ഈ ഒരു ഓപ്ഷനും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. 2 ഓപ്ഷനാണുള്ളത്. 2 ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്, SLDയും അതുപോലെ തന്നെ SLEയുമാണ്. 2ാമത്തെ ലെറ്റർ എന്താണ്, ഈ 2 ഓപ്ഷനിലും സെയിം ആയതുകൊണ്ട് നമ്മൾ 2ാമത്തെ ലെറ്ററിൻ്റെ ഒരു ബന്ധം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ 3ാമത്തെ ലെറ്ററിൻ്റെ ബന്ധം മാത്രം നമ്മൾ നോക്കിയാൽ മതി. എന്തുകൊണ്ടാണ് ഞാൻ 3ാമത്തെ ലെറ്ററിൻ്റെ ബന്ധം മാത്രം നോക്കുന്നത്, നോക്കുക, ഇവിടെ ഓപ്ഷൻ നോക്കുമ്പോൾ അറിയാം. 1ാമത്തെ ഓപ്ഷൻ നമുക്ക് ഇത് രണ്ടും അല്ല എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പിച്ചു. ഓക്കെ, ഇവിടെ SLDയും ഇവിടെ SLEയുമാണ്. സെക്കൻഡ് ലെറ്റേഴ്സ് എന്താണ്, സെയിം ആണ്. സോ നമ്മൾ എന്ത് ചെയ്യേണ്ട, നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൽ 2 നമ്മൾ ആൻസർ അല്ലേ. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് ലെറ്റർ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. തേർഡ് ലെറ്റർ മാത്രമാണ് ഇവിടെ ഡിഫറൻറ്റ് ആയി കിടക്കുന്നത്. സോ Dയും Eയുമാണ്. അപ്പം നമുക്ക് നോക്കാം, H ആണ്, H കഴിഞ്ഞ് G. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, H ഞാൻ മാർക്ക് ചെയ്തു. അടുത്തത് G ആണ്. G കഴിഞ്ഞ് നോക്കുമ്പോൾ എന്താണ്, അടുത്ത ലാസ്റ്റ് ലെറ്റർ F ആണ്. F കഴിഞ്ഞാൽ അടുത്ത ആരെ വരേണ്ടത്, E ആണ്. E കഴിഞ്ഞാൽ അടുത്ത ആര് വരണം, D ആണ് വരേണ്ടത്. അങ്ങനെയാണ് എങ്കിൽ ഓപ്ഷൻ എന്താണ്, SLD. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 2 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഏത് രീതിയിലാണ് നമ്മളിത് അപ്രോച്ച് ചെയ്തത് എന്നുള്ളത് മനസ്സിലായില്ലേ?
അപ്പോൾ നോക്ക്, നമ്മൾ ഇത്തരത്തിലുള്ള ആൽഫബറ്റ് സീരീസുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇത്തരമുള്ള ഒരു ടേബിൾ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ പെട്ടെന്ന് ആൽഫബറ്റ് സീരീസ് മാത്രമല്ല ഇനി കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഇതും ഒരു PYQ ആണ്. എന്തിന് ചോദിച്ച PYQ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CFSOയ്ക്ക് കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതൊരു സീരീസ് ആണ്. അപ്പോൾ ഇതൊരു സീരീസ് ആയിട്ട് ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. നമ്മൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സീരീസ് ഒരുപാട് നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, ഏതെല്ലാം തരത്തിലുള്ള സീരീസുകളുണ്ട് എന്നുള്ളത് നമ്മൾ സീരീസിൻ്റെ ആദ്യത്തെ ക്ലാസ് വന്നപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഇപ്പോൾ ഇവിടെ ഇത് നോക്കാം. ഓക്കെ, ഇതൊരു ഓൾട്ടർനേറ്റ് സീരീസ് ആണെന്ന് നോക്കാം. 9 7 7 കഴിഞ്ഞ് അറിയില്ല, അടുത്തത് 3, ഇങ്ങനെയാണ് പോകുന്ന ഒരു സീരീസ് ആവാനാണ് സാധ്യത. ഓക്കെ, നമുക്ക് ഓൾട്ടർനേറ്റ് സീരീസ് ആണെങ്കിൽ 9 7ലേക്ക് വരാൻ എത്ര കുറഞ്ഞു, 2 കുറഞ്ഞു എന്നുള്ള കാര്യം മനസ്സിലായി. ഇനി 7ൽ നിന്ന് നമുക്ക് 2 കുറച്ച് നോക്കാം. 7ൽ നിന്ന് 2 കുറച്ച് നോക്കുമ്പോൾ 5 ആണ്. 2 കുറയ്ക്കുമ്പോൾ എന്ത് വരണം, ഇവിടെ 5 ആണ് വരേണ്ടത്. 5ൽ നിന്ന് വീണ്ടും 2 കുറയ്ക്കുമ്പോൾ 3, 3ൽ നിന്ന് 2 കുറയ്ക്കുമ്പോഴത്തേക്ക് 1. അപ്പോൾ അതങ്ങനെ പോകുന്നൊരു സീരീസ്. ഇത് 12 14 16 18, അടുത്ത എന്തായിരിക്കും, യെസ്, അടുത്തത് 20 ആയിരിക്കും അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ക്വസ്റ്റ്യൻ മാർക്കാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് എന്ത് തന്നെയാണ്, ഇതൊരു ഓൾട്ടർനേറ്റ് സീരീസ് തന്നെയാണ്. ഏതാണ്, ഓപ്ഷൻ 2 ആണ് ഇവിടുത്തെ റൈറ്റ്, എന്താണ് 5 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കാര്യം എന്തുകൊണ്ട് നമുക്കറിയാം, 9 12 7 14 ക്വസ്റ്റ്യൻ മാർക്ക് 16 3 18 ഇങ്ങനെ പോകുന്ന ഒരു സീരീസ്. ആക്ച്വലി ഇതെന്താണെന്ന് പറഞ്ഞു, ഇതൊരു ഓൾട്ടർനേറ്റ് സീരീസ് ആണ്. 9 വന്നു 7 വന്നു. ഓക്കെ, 7 വന്നു, അടുത്ത ക്വസ്റ്റ്യൻ മാർക്കാണ്, അടുത്തത് 3 വന്നു. അപ്പോൾ 9 ൽ 7ലേക്ക് വരാൻ 2 കുറച്ചു, അടുത്തത് വീണ്ടും 2 കുറയ്ക്കണം. അങ്ങനെയാണെങ്കിൽ ഇതും എത്രയായിരിക്കും, 2 കുറച്ചെങ്കിൽ ഇവിടെ എന്താ ആൻസർ വരണം, 5 ആണ് വരേണ്ടത്. ഇതൊരു ഓൾട്ടർനേറ്റ് സീരീസ് ആണ് എന്ന് തന്നെ പറയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കൊരു അടുത്തൊരു PYQ നോക്കാം. ഇതും CFSOയ്ക്ക് ചോദിച്ചൊരു PYQ ആണ്. നമുക്ക് ജസ്റ്റ് നോക്കാം. ഇത് എന്ത് തന്നെയാണ്, ആൽഫബറ്റ് സീരീസ് തന്നെയാണ് അല്ലേ, ആൽഫബറ്റുകൾ കൊണ്ടുള്ള ഒരു സീരീസ് തന്നെയാണ്. സോ നമുക്ക് എന്താ, നമ്മുടെ ടേബിൾ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം CTE ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം, C ഉണ്ട്, ദെൻ T ഉണ്ട്, E ഉണ്ട്. ഓക്കെ, CTE. അപ്പോൾ നമുക്ക് സിയും ഈ പറയുന്ന ജെയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കാം. ഫസ്റ്റ് ലെറ്റേഴ്സ് തമ്മിലുള്ള ബന്ധം ഉണ്ടോ ഇല്ലേ നമുക്ക് നോക്കാം. C കഴിഞ്ഞ് ജെ ആണ്. ജെ ആണെങ്കിൽ നിങ്ങൾ നോക്കിയേ 1 2 3 4 5 6 7. അപ്പോൾ സീനോട് 7 ലെറ്റർ ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്, ജെ കിട്ടിയത്. ഇനി നമുക്ക് ജെയിനോട് വീണ്ടും നമുക്ക് 7 ലെറ്റർ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7. 7 ആഡ് ചെയ്യുമ്പോൾ എന്ത് വന്നു, ക്യൂ വന്നു. അങ്ങനെയാണെങ്കിൽ ക്യൂവിനോട് എത്ര ആഡ് ചെയ്യണം, 7 ലെറ്റർ ആഡ് ചെയ്യണം അല്ലേ. 7 ലെറ്റർ ആഡ് ചെയ്യാം, എത്രയായിട്ടും 1 2 3 4 5 6 7. 7 ആഡ് ചെയ്തപ്പോൾ എനിക്ക് X ആണ് വന്നത്. അപ്പോൾ 2 ഓപ്ഷൻസ് മാത്രമേ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റത്തുള്ളൂ. ഈ ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാം, ഈ ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ 2 ഓപ്ഷൻസ് എന്ത് ചെയ്തു, എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് XFN ഉണ്ട്, XEN ഉണ്ട്. അപ്പോൾ അവസാനത്തെ ലെറ്റർ സെയിം ആയതുകൊണ്ട് സെക്കൻഡ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഇപ്പോൾ നമുക്ക് നോക്കാം, T കഴിഞ്ഞിട്ട് O ആയി. T എന്താ എന്നിരിക്കുന്നു, O ആയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, T എവിടെ, T ഇവിടെ ഉണ്ട് അല്ലേ. T എന്തായി, O ആയി. O ആയെങ്കിൽ എത്ര മൈനസ് ചെയ്തിട്ടുണ്ട്, TO അല്ലേ. 1 2 3 4 5 മൈനസ് ചെയ്തപ്പോൾ O ആയി. ഇനി നമുക്ക് ഓയിൽ നിന്നൊരു 5 മൈനസ് ചെയ്ത് നോക്കാം. 1 2 3 4 5 ജെ ആണ് കറക്റ്റ്. അപ്പം ജെയിൽ നിന്നൊരു 5 മൈനസ് ചെയ്യാം. 1 2 3 4 5 അപ്പോൾ ഇ ആണ്. യെസ്, അപ്പോൾ XEN ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ ഇ എന്താണ്, ഓപ്ഷൻ 4 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. 4ാമത്തെ ഓപ്ഷനാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, സീരീസുകൾ നമുക്ക് ചെയ്ത് പെട്ടെന്ന് തീർക്കാം. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ട മെത്തേഡ് എന്ത് തന്നെ ആയിരിക്കണം, എലിമിനേഷൻ മെത്തേഡ് തന്നെ ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇവിടെ 10 100 200 310 എന്ന് തുടങ്ങി പോകുന്ന ഒരു സീരീസ് ഉണ്ട് അല്ലേ. അടുത്ത ടേം എന്താണെന്നുള്ളതാണ്. ഒരു സീരീസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഡിഫറൻസ് എഴുതി നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി അല്ലേ. അപ്പോൾ ഞാൻ 10ഉം 100ഉം നമ്മുടെ ഡിഫറൻസ് എനിക്ക് എഴുതുമ്പോൾ എനിക്ക് എത്രയെന്ന് കിട്ടി, എനിക്ക് 90 എന്ന് കിട്ടി അല്ലേ. ഇനി 100ഉം 200ഉം നോക്കുമ്പോൾ എനിക്ക് ഡിഫറൻസ് എത്രയെന്ന് കിട്ടി, എനിക്ക് 100 എന്ന് കിട്ടി. അടുത്ത നോക്കുമ്പോൾ 110 ആണ്. അപ്പോൾ തന്നെ മനസ്സിലായി കാണും ഇതൊരു സീരീസാണ്, ആഡ് ചെയ്ത് പോയിരിക്കുന്നതെന്ന് മനസ്സിലായി. ആദ്യം 90 ആഡ് ചെയ്തു, അതിൻ്റെ കൂടെ 10 കൂട്ടി 100 ആഡ് ചെയ്തു,
100നോട് 10 കൂട്ടി 110 ആഡ് ചെയ്തു. അടുത്ത 110നോട് 10 കൂട്ടി 120 ആഡ് ചെയ്യണം അല്ലേ. 310നോട് 120 ആഡ് ചെയ്യണം. 310നോട് എത്ര ആഡ് ചെയ്യണം? 120 ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് 120 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 430 430 എന്ന് കിട്ടും. 430 ഇവിടെ ഉണ്ട്. ഏതാണ്? ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. കണ്ടോ? ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. കണ്ടോ? ഇങ്ങനെ നമുക്ക് സീരീസുകൾ കൃത്യമായ രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതൊരു വ്യത്യസ്തമായിട്ടൊരു സീരീസാണ്. 4 12 95 1 1 96 29 1 96 26 2 96. അപ്പോൾ ഇത് നോക്കുമ്പോൾ തന്നെ മനസ്സിലായി ഇത് ഡേറ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡേറ്റ് തന്നെയാണ്. എന്താണ്? 1995 ഡിസംബർ മാസം 4-ാം തീയതി എന്ന് തന്നെ മനസ്സിലാക്കണം. അപ്പോൾ 1996 ജനുവരി മാസം 1-ാം തീയതി. അപ്പോൾ നോക്ക്, ഈ ഡിസംബർ മാസം 4-ാം തീയതിയിൽ നിന്ന് ജനുവരി 1-ലേക്ക് വരണമെങ്കിൽ എത്ര ദിവസം കൂടണം എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഡിസംബർ മാസം 4-ാം തീയതിയിൽ നിന്ന് ജനുവരി 1-ലേക്ക് വരാൻ എത്ര ദിവസം കൂടണമെന്ന് മനസ്സിലാക്കണം. യെസ്, അപ്പോൾ 4 12 95 4-ാം തീയതിയിൽ നിന്ന് 1-ലേക്ക് വരണം. ആ മാസം അപ്പോൾ എത്രയാണ്? 31 ഉണ്ട്. ഡിസംബർ എത്രയുണ്ട്? 31 ഉണ്ട് അല്ലേ. 31 ഉണ്ടെങ്കിൽ എത്ര കൂട്ടിക്കാണാനാണ് സാധ്യത? നമുക്ക് 27 കൂട്ടിക്കാണാനാണ് സാധ്യത. ഒരു ദിവസം കൂടെ വരണമെങ്കിൽ എത്ര കൂട്ടണം? 28 കൂട്ടണം. അപ്പോൾ ഇതിനോട് 28 ഡേ, അതായത് ഈ ഡേറ്റിനോട് 28 ദിവസം ആഡ് ചെയ്യുമ്പോൾ 28 ഡേ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? 1/1/1996 ഡേറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. 29/1/1996 എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു 28 ഡേ കൂട്ടി. വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ വീണ്ടും ഒരു 28 ഡേ കൂട്ടണം അല്ലേ. 26/2/2096. അത് കഴിഞ്ഞ് വീണ്ടും ഇതിനോട് വീണ്ടും എത്ര കൂട്ടണം? ഒരു 28 കൂട്ടണം. 28 കൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. 28 കൂട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നോക്കാം. ഇത് 1996 ആണ്. 1996 എന്ന് പറയുന്നത് ലീപ്പ് ഇയർ ആണ്. ലീപ്പ് ഇയർ ആണെങ്കിൽ എത്രയുണ്ട്? ഫെബ്രുവരി എത്രയുണ്ട്? ഫെബ്രുവരി 29 ഉണ്ടല്ലേ. അപ്പോൾ ഇതിനോട് 3 കൂട്ടുമ്പോൾ എന്ത് വന്നിരിക്കും? ഇതിനോട് 3 ആഡ് ചെയ്യുമ്പോൾ 29/02/1996 ആയി. 3 ആണ് കൂട്ടിയത്. ഇനി ഒന്നുകൂടി കൂട്ടിക്കുമ്പോൾ എന്ത് വരും? 1/3/96. ഇപ്പം നിലവിൽ ആഡ് ചെയ്തിരിക്കുന്ന എത്രയാണ്? ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ 4 കൂട്ടി. ഇനി 24 കൂടി ആഡ് ചെയ്യണം. 24 കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 25/3/96. 25/3/96 എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതായിരിക്കും ഇവിടുത്തെ റൈറ്റ് ആൻസർ. എന്താണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം? നമുക്ക് തെറ്റിപ്പോകാൻ സാധ്യതയുള്ളത് എന്താണ്? നമ്മൾ ഇത് ഫെബ്രുവരി മാസമാണ്. 26/12/1996 എന്ന്, സോറി 12 അല്ല, 2 മാസം. 2-ാം മാസം എന്ന് പറയുന്നത് 1996 സംബന്ധിച്ചിടത്തോളം 96 4 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയും. സോ 1996 എന്ന് പറയുന്നത് എന്ത് ഇയർ ആണ്? ലീപ്പ് ഇയർ ആണ് എന്നുള്ള കാര്യം ഓർക്കുക. ഇത് ലീപ്പ് ഇയർ ആണ്. 1996 ലീപ്പ് ഇയർ ആണ് എങ്കിൽ 1996 ലീപ്പ് ഇയർ ആണ് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ഇത് ലീപ്പ് ഇയർ ആയ സ്ഥിതിക്ക് അവിടെ ഫെബ്രുവരി എത്ര ദിവസം കാണും? ഫെബ്രുവരി 29 ദിവസം കാണും. അപ്പോൾ ഇതിനോട് 3 കൂട്ടുമ്പോൾ 29 വന്നു. എന്നാൽ 4-ാം ദിവസം എന്ന് പറയുന്നത് 1/3/1996 ആണ്. അപ്പോൾ നമ്മൾ നിലവിൽ 4 ദിവസം കൂട്ടി. ഇതിനോട് 4 ദിവസം കൂട്ടുമ്പോൾ 1/3/1996 വന്നു. നമുക്ക് 28 ആണ് കൂട്ടേണ്ടത്. അപ്പോൾ ഇനി 24 ഡേ കൂടി ഇതിൽ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 25/3/1996. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടോ എന്ന് നോക്കി. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ക്ലിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. അപ്പോൾ ഇത് എന്താണ്? ഇത് ഈ കാണുന്നത് ക്വസ്റ്റ്യൻ നമ്പർ ആണ് കേട്ടോ. 2 3 10
10, 29, 66 അങ്ങനെ പോകുന്ന ഒരു സീരീസാണ്. എന്താണ് ഈ സീരീസിൻ്റെ പ്രത്യേകത നമുക്ക് നോക്കാം. അപ്പോൾ 2 ഉണ്ട്, 3, 10, 29, 66 നെക്സ്റ്റ് ടേം എന്താണെന്നുള്ളതാണ് അറിയേണ്ടത് അല്ലേ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഡിഫറൻസ് ഒന്ന് എഴുതി നോക്കാമല്ലോ. ഇത് 1, ഇതെന്തുവാണ്? ഇത് നമുക്ക് 3 കഴിഞ്ഞ് 10 അല്ലേ. 3 10 എന്തായിരിക്കും? 7 കൂടിയതായിട്ട് കാണുന്നു. അടുത്തത് എന്താണ്? 10 29 അല്ലേ. 10 29 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എത്രയാണ്? അവിടെ 19 കൂടി എന്ന് പറയുന്നു. 19 കൂടി. ഇനി 29 എത്രയായി? 66ആയി. 29 66 എങ്കിൽ എത്ര കൂടി കാണും? അവിടെ 37 ആണ് കൂടിയിരിക്കുന്നത്. 37 അല്ലേ, 37 ആണ് കൂടിയിരിക്കുന്നത്. അപ്പോൾ ഡിഫറൻസ് എടുത്തപ്പോൾ ആദ്യം നമുക്ക് ഡിഫറൻസ് എടുക്കുമ്പോൾ 1, 7, 19, 37 ഒരു പ്രത്യേക ഒരു റിലേഷൻ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് ഡിഫറൻസിൻ്റെ ഒരു ഡിഫറൻസ് കൂടി എഴുതി നോക്കാം. ഇത് 6, അടുത്തത് 12, അടുത്തത് 18. ഇപ്പോൾ നമുക്ക് ആ റിലേഷൻ കിട്ടുന്നതായിട്ട് തോന്നുന്നു അല്ലേ. 6 കൂടി 12 കൂടി ഡിഫറൻസിലാണ്. 12 കൂടി, അത് കഴിഞ്ഞ് 18 കൂടി. അങ്ങനെയാണെങ്കിൽ അടുത്തത് എത്ര കൂടണം? 6, 12, 18. 1 6, 2 6, 12, 3 6, 18, 4 24 ആണ് കൂടേണ്ടത്. അപ്പോൾ 37നോട് 24 കൂടുക. 37നോട് 4 കൂട്ടുമ്പോൾ 41, 41, 61 കൂടണം. 66നോട് 61 കൂടുമ്പോൾ ഇതെന്താണ്? ഇതൊരു ഡുവൽ സീരീസ് തന്നെയാണല്ലേ. 66നോട് 61 കൂടുമ്പോൾ നമുക്ക് 127 എന്നൊരു ആൻസർ വരും. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 127 ആണ് ഇവിടുത്തെ ശരി ഉത്തരം. കണ്ടില്ലേ? അപ്പോൾ നമ്മൾ സീരീസിനെ വ്യക്തമായ രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് പോകാൻ പറ്റും. എന്നാൽ അടുത്തൊരു സീരീസ് നോക്കിക്കേ. 1 ഉണ്ട്, 0 ഉണ്ട്, 3 ഉണ്ട്, 2 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, പിന്നുള്ളത് ക്വസ്റ്റ്യൻ മാർക്കാണ്. നോക്കാം. ഇത് ആക്ച്വലി ഒരു ഡുവൽ സീരീസ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് സെറ്റാവും. നോക്കാം. 1, 3, 5. അപ്പോൾ അടുത്ത് എന്ത് വരണം? ഇവിടെ 7 വരണം. 7 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ ഉണ്ടോ? ഉണ്ടല്ലോ. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. കണ്ടോ? ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നോക്ക്. അല്ലെങ്കിൽ നോക്കി 0, 2, അത് കഴിഞ്ഞ് 4 അങ്ങനെയാണ് പോകുന്നത് അല്ലേ. ആദ്യം 2 കൂടി, അത് കഴിഞ്ഞ് 4 കൂടി, അത് കഴിഞ്ഞ് വേണമെങ്കിൽ എന്ത് കൂടാം? 8 കൂടി, അതങ്ങനെ പോകും. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഓൾട്ടർനേറ്റ് സീരീസ് എടുത്തപ്പോൾ തന്നെ 1, 3, 5, 7 ആയിരിക്കാനാണ് സാധ്യത. ഓപ്ഷൻ ഡി 7 ഓപ്ഷനിലുണ്ട്. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് പറയാൻ പറ്റുന്നത്. വീണ്ടും നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അപ്പോൾ നോക്കിക്കേ. 1, 4, 3, 8, 1, 4, 2, 9, 1, 4, 1, 7, 1, 4, 0, 2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു സീരീസ് ആണ്. എന്താണ് നമ്പർ എന്താണ് കുറഞ്ഞാണ് പോയിരിക്കുന്നത് എന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് സീരീസ് ആണെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ തന്നെ പറയുകയാണ്, ഇത് ആദ്യം ഒരു 9 കുറഞ്ഞാണോ അല്ലേ. ഇതിനോട് 9 കൂട്ടുമ്പോഴേ ഇത് വരുന്നത്. ശരിയാണ്, 9 ആയിരിക്കും. അടുത്തത് എത്ര കുറഞ്ഞിരിക്കുന്നു? 17 ആണല്ലേ. ഇപ്പോൾ എത്രയാണ്? എത്ര മൈനസായി നമുക്ക് നോക്കാം. എന്താണ് എത്ര മൈനസായി നോക്കുകയാണെങ്കിൽ 1429 നിന്ന് 1417 കുറച്ച് നോക്കിയാൽ മതി അല്ലേ. 2, 1, 12 ആണ് എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇതെത്രയാണ്? 12 ആണ് കുറഞ്ഞിരിക്കുന്നത്. വീണ്ടും അടുത്ത എത്ര കുറഞ്ഞിരിക്കുന്നു നമുക്ക് നോക്കാം. 15 ആണ് കുറഞ്ഞിരിക്കുന്നത് അല്ലേ. 15 കുറഞ്ഞിരിക്കുന്നു. ആദ്യം 9 കുറഞ്ഞു, അത് കഴിഞ്ഞ് 12 കുറഞ്ഞു, അത് കഴിഞ്ഞ് 15 കുറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അടുത്ത് എത്ര കുറയണം? 18 കുറയുമ്പോഴാണ് ആൻസർ കിട്ടേണ്ടത് അല്ലേ. 18 കുറയുമ്പോഴാണ് ആൻസർ വരേണ്ടത് എന്ന് നമുക്കറിയാം. സോ നമുക്ക് എന്ത് ചെയ്യാം? 1402 നിന്ന് 18 കുറച്ച് നോക്കാം. 18 കുറയ്ക്കുമ്പോൾ 12 ആകുമ്പോൾ ഇവിടെ 4, 1's പ്ലേസ് 4 ആണ് വരേണ്ടത്. ഒരൊറ്റ നമ്പറേ ഉള്ളൂ. 1384 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ടെന്ന് പറയാം. അല്ലെങ്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാം. ഒരെണ്ണം ചെയ്യുമ്പോൾ തന്നെ കിട്ടും. ഇപ്പോൾ ഇവിടുത്തെ 2 9 ഉണ്ട്. 9 നിന്ന് 1 പോകുമ്പോൾ 8 ആണ്. ബാക്കിയുള്ളത് 3 ആണ്. 1 1384. ഇതും എന്ത് തന്നെയാണ്? ഒരു സബ്ട്രാക്ഷൻ സീരീസ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈ സീരീസ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 18, 24, 21, 27 ചോദ്യചിഹ്നം 30, 27 എന്നാണ് പോയിരിക്കുന്നത്. നമുക്കിതൊരു ഓൾട്ടർനേറ്റ് സീരീസ് ആയിട്ട് ജസ്റ്റ് നോക്കിയാലോ. എന്താണ് എന്ന് വെച്ചാൽ കൂടിയും കുറഞ്ഞും പോയിരിക്കുകയല്ലേ. ഒന്ന് കൂടി, അടുത്തത് കുറഞ്ഞു, അടുത്തത് കൂടി, അടുത്തത് കുറഞ്ഞു, അടുത്തത് കൂടി, അങ്ങനെ ആയിരിക്കും പോയിരിക്കും തോന്നുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഓൾട്ടർനേറ്റ് സീരീസ് ആണെന്ന് നോക്കാം. 18 21 ആയി. 21 എന്തായെന്ന് അറിയില്ല, പക്ഷേ അത് അടുത്തത് 27 ആയി അല്ലേ. അപ്പോൾ നമുക്ക് ഒരു കോമൺ റിലേഷൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. 3 കൂടി, ഇവിടെ നിന്ന് എത്ര കൂടിയെന്ന് നമുക്ക് അറിയാൻ വയ്യ അല്ലേ. 21നോട് നമുക്കൊരു 3 കൂട്ടി നോക്കാം. 21നോട് ഒരു 3 കൂട്ടുമ്പോൾ എന്ത് വരും?
നമുക്കിവിടെ 27 വരും അല്ലേ. സോറി 21 3 കൂട്ടുമ്പോൾ 24 വരും. 24 3 കൂട്ടുമ്പോൾ 27 വരുമല്ലോ. അപ്പോൾ 24 ഓപ്ഷനിൽ വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. നമുക്കിതും കൂടെ നോക്കാം. 24 27 27 30. ഓക്കെ, കറക്റ്റ് തന്നെയാണ്. എന്താണ് 3 കൂടി പോയിരിക്കുന്നു. 18നോട് 3 കൂടിയപ്പോൾ 21, 21നോട് 3 കൂടിയപ്പോൾ 24, 24നോട് 3 കൂടിയപ്പോൾ 27. അപ്പോൾ എന്താണ് ഓപ്ഷൻ സി തന്നെയാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റിൻ എന്തുവാ, വളരെ പെട്ടെന്ന് സീരീസ് ചെയ്യണം കേട്ടോ, നല്ല രീതിയിൽ വളരെ പെട്ടെന്ന് സീരീസ് ചെയ്യണം. 25 50 30 45 35 40 അങ്ങനെയാണ് പോയിരിക്കുന്നത്. ഇത് നമുക്കൊരു ഓൾട്ടർനേറ്റ് സീരീസ് ആണെന്ന് നോക്കിയാലോ. ഓൾട്ടർനേറ്റ് സീരീസ് ആണെന്ന് നോക്കാം. 25 30 35 അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരണം, 40 വരണം. നമുക്ക് ഓൾട്ടർനേറ്റ് 50 45 അടുത്ത് എന്ത് വരും, 35 വരും. ഓക്കെ, അപ്പോൾ ഇവിടെ വരേണ്ട നമ്പർ എത്രയാണ്, 40 ഉണ്ടല്ലോ. ഓപ്ഷൻ സി ആണ്. കൂടിയും കുറഞ്ഞും പോയിരിക്കുന്നുവെങ്കിൽ അപ്പം തന്നെ നമുക്ക് എന്ത് നോക്കാം, ഓൾട്ടർനേറ്റ് സീരീസ് ആണോ എന്ന് നമുക്ക് നോക്കാം അല്ലേ. 25 30 30 എന്തായി 35. അപ്പോൾ അടുത്ത് എന്ത് വരണം, 40 ആയിരിക്കണം. ഓപ്ഷൻ സി ഇവിടെ ഉണ്ടല്ലേ റൈറ്റ് ആൻസർ. വീണ്ടും നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 2 4 6 0 3 5 7 0 4 6 8 0 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഒരുപാട് പേര് എന്ത് ചെയ്യും, നമ്മളിതിൻ്റെ ഡിഫറൻസ് ഒക്കെ എടുത്ത് നമ്മൾ ചെയ്ത് നോക്കും. നമുക്ക് ആൻസർ തെറ്റാൻ സാധ്യതയുണ്ട്. ഇത് ഡിഫറൻസ് എടുത്ത് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല, ഇത് നല്ല ഒരു മെൻ്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം. 2 3 3 4 അപ്പോൾ അടുത്ത് എന്തിലായിരിക്കും തുടങ്ങേണ്ടത്, 5-ലായിരിക്കും തുടങ്ങേണ്ടത്. 5-ലാണ് തുടങ്ങേണ്ടതെങ്കിൽ ഓരോ ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാം, കളഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ നോക്കാം. 4 5 5 6 സെക്കൻഡ് ലെറ്റർ മാത്രം നോക്കുന്നു. അത് ഇനി 6 എന്താവണം, 7 ആവണം. 5 7 5 7 എന്ന് തുടങ്ങുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഏതാണ്, ഇത് തന്നെയാണ് റൈറ്റ് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. ബാക്കി കൂടെ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. 6 7 7 8 അത് കഴിഞ്ഞ് 8 എന്താവും, 9. 5 7 9 ലാസ്റ്റ് എന്ത് തന്നെയാണ്, 0 തന്നെയാണ്. 5 7 9 നമ്മൾ ഇത് ഡിഫറൻസ് എടുത്തുകൊണ്ടിരുന്നാൽ, ഇപ്പോൾ ഞാനിത് ഒരുപാട് തവണ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് നമുക്കിത് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് കാണുമ്പോൾ തന്നെ അങ്ങനെ ആവാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ഇതുപോലെ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സാധനം കണ്ട് മനസ്സിലാക്കി പെട്ടെന്ന് ആൻസറിലേക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നല്ല ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, വീണ്ടും നമുക്ക് 77 14 നമുക്ക് 7714 7916 8109 അങ്ങനെ പോകുന്ന ഒരു സീരീസാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ സീരീസിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ 2 ലെറ്റർ മാത്രം നമുക്ക് നോക്കാം. ആദ്യത്തെ 2 ലെറ്റർ നോക്കുകയാണെങ്കിൽ 77 79 81. അപ്പോൾ 2 കൂടിയാണ് പോയിരിക്കുന്നത്. 77 79 81 അങ്ങനെ 2 കൂടിയാണ് പോയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത വരേണ്ട ലെറ്റർ എന്തായിരിക്കണം, ആദ്യത്തെ 2 എണ്ണം 83 ആയിരിക്കും. ആദ്യത്തെ 2 എണ്ണം 83 ആയിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ 83 എഴുതി. 83 ഓപ്ഷൻ വരുന്ന 2 എണ്ണമാണ്. 2 ഞാനിവിടെ വെച്ചു. ഓക്കെ, എന്താണ് ഈ 14ൻ്റെ പ്രത്യേകത? 14 16 പക്ഷേ ഇവിടെ 09 കിടക്കുന്നത്. അപ്പോൾ ഒരു കോമൺ നമ്പർ ആഡ് ചെയ്ത് പോയിരിക്കുന്നത് അല്ല എന്ന് മനസ്സിലായി. എന്താണ് ഈ 14ൻ്റെ പ്രത്യേകത? നോക്ക്, 7 + 7 ചെയ്യുമ്പോൾ 14 അല്ലേ. ആദ്യത്തെ 2 എണ്ണത്തിൻ്റെ ഡിജിറ്റ് സം എന്ന് പറയുന്നത് 14, അതാണ് ഈ കിടക്കുന്നത്. അടുത്ത നോക്കിക്കേ, 7 + 9 ചെയ്യുമ്പോൾ എത്ര കിട്ടും, 16. അപ്പോൾ ആദ്യത്തെ 2 എണ്ണത്തിൻ്റെ ഡിജിറ്റ് സം ആണ് ഈ കിടക്കുന്നത്. 8 1 9 9ന് 0 9 എന്നിട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 8 3 11 ഡിജിറ്റ് സം എഴുതി എത്ര എഴുതണം, 11 എഴുതണം. 11 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ 8 3 1 1 ഇതാ അടക്കുന്നു. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. സെറ്റായില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ദിവസത്തിലേക്ക് പോയാലോ. അടുത്ത ദിവസം നമുക്ക് നോക്കാം. 5760 960 ഇവിടെ ഇതിനിടയ്ക്കൊരു മാർക്ക് തന്നിട്ടുണ്ട്. 48 16 8. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് റിലേറ്റ് ചെയ്യുന്നതിനെക്കാട്ടി ഇവിടെ നിന്ന് ഇങ്ങോട്ട് റിലേറ്റ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണെന്ന് തോന്നുന്നു. 8നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 16 കിട്ടി. 16നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 48 വരും അല്ലേ. അപ്പോൾ ആദ്യം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അത് കഴിഞ്ഞ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സ്വാഭാവികമായിട്ട് 4 കൊണ്ടായിരിക്കും മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, 48നെ 4 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. 48 × 4 നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 160 6 8 48 അല്ലേ. സോറി 8 4 32 ആണ്. 192 വന്നു. ഓപ്ഷൻ ഇവിടെ ഉണ്ട്.
എന്നാലും നിങ്ങൾ ആൻസർ എന്ത് ചെയ്യരുത്, നിങ്ങൾ കൺഫേം ചെയ്യരുത്. ഇടയ്ക്കുള്ള നമ്പർ ആണെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കും. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ അടുത്ത് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 192നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ ഇതാണ് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അതിലുണ്ട് 10, 45, 46, ഒരു 5, 5, 5, 4, 9, 960. ഓക്കെ, കറക്റ്റ് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ, നമ്മളിവിടുത്തെ ആൻസർ ഏതാണെന്ന് പറയാവൂ. 192. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയാം. അപ്പോൾ ഇടയ്ക്കുള്ള നമ്പേഴ്സാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആൻസർ കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാവൂ. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. എന്താണ് നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം? രണ്ടാമത്തെ ടൈപ്പിലുള്ളതാണ്. ഇനി നമ്മൾ ആൽഫബറ്റ് സീരീസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ സീരീസ് നോക്കൂ. നമുക്ക് ABC എന്ന് പറയുന്നതും അത് കഴിഞ്ഞ് FGH എന്നും അത് കഴിഞ്ഞ് LMN ആണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാം. നമ്മളെ ടേബിൾ ഒന്ന് നമുക്ക് എടുത്ത് നോക്കാം അല്ലേ. നമ്മുടെ കയ്യിലൊരു ടേബിൾ ഉണ്ട്. ഞാൻ ഇതിനകത്ത് ടേബിൾ ആഡ് ചെയ്തിട്ടില്ല. ഈ സ്ലൈഡിലെ ടേബിൾ ഉണ്ട് അല്ലേ. അപ്പോൾ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ ഇതിലോട്ട് കൊണ്ടുവന്ന് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം. എന്താ നമ്മളെ ക്വസ്റ്റ്യൻ? ABCFGH അല്ലേ. അപ്പോൾ ആദ്യം വരേണ്ടത് ABCFGH. അടുത്തത് എന്തുവാ? അടുത്ത നമ്മളെ സ്ലൈഡ് അടുത്തെന്ന് പറയുന്നത് LMN അല്ലേ. LMN. അങ്ങനെ പോവുകയാണെങ്കിൽ നെക്സ്റ്റ് ടേം എന്താണെന്നുള്ളതാണ് അറിയേണ്ടത്. നമുക്ക് നോക്കാം. ആദ്യം ABC കണ്ടോ, ABC. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു? FGH 2 ലെറ്റർ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് FGH കണ്ടിന്യൂറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നു. അത് കഴിഞ്ഞ് എത്ര ലെറ്റർ ക്യാൻസൽ ചെയ്തിരിക്കുന്നു? 1, 2, 3 3 ലെറ്റർ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. അത് കഴിഞ്ഞ് എടുത്തിരിക്കുന്നത് LMN ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം 2 ലെറ്റർ ക്യാൻസൽ ചെയ്തു. അത് കഴിഞ്ഞ് 3 ലെറ്റർ ക്യാൻസൽ ചെയ്തു. സോ ഇവിടെ നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ടത് 4 ലെറ്റർ. 1, 2, 3 4 ലെറ്റർ ക്യാൻസൽ ചെയ്തു. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് STU. അങ്ങനെയാണ്. STU എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടോ നമുക്ക് നോക്കാം. STU എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഏതാണ്? ഓപ്ഷൻ C ഈസ് ദ റൈറ്റ് ആൻസർ. കണ്ടോ, ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റി. ടേബിൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് DHL, PTX, BFJ എന്നാണ് തന്നിരിക്കുന്നത്. നമുക്ക് DHL എന്ന് മാർക്ക് ചെയ്ത് നോക്കാം. D ഉണ്ട്, H ഉണ്ട്, L ഉണ്ട്. DHL. ഓക്കെ, D കഴിഞ്ഞ് 1, 2, 3 ലെറ്റർ ക്യാൻസൽ ചെയ്യുമ്പോൾ H വന്നു. വീണ്ടും 1, 2, 3 ലെറ്റർ ക്യാൻസൽ ചെയ്യുമ്പോൾ L വന്നു. PTX ഒന്ന് നോക്കാം. PTX എന്ന് പറയുന്നത് PTX. അപ്പോൾ എത്ര ലെറ്റർ ക്യാൻസൽ ചെയ്തു? വീണ്ടും 1, 2, 3 ലെറ്റർ ക്യാൻസൽ ചെയ്യുമ്പോൾ P വന്നു. വീണ്ടും 3 ലെറ്റർ ക്യാൻസൽ ചെയ്ത് T വന്നു. വീണ്ടും 3 ലെറ്റർ ക്യാൻസൽ ചെയ്ത് X വന്നു. വീണ്ടും X കഴിഞ്ഞിട്ട് 3 ലെറ്റർ ക്യാൻസൽ ചെയ്യാം. ഏതാണ്? YZA. 3 ക്യാൻസൽ കഴിഞ്ഞാൽ അടുത്ത ബിയിലായിരിക്കണം സ്റ്റാർട്ട് ചെയ്യണത്. ശരിയാണല്ലോ. ബി കറക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും 3 ലെറ്റർ ക്യാൻസൽ ചെയ്തപ്പോൾ ആര് വന്നു? F വന്നു. ഓക്കെ, കറക്റ്റ് ആണ്. F വന്നു. ഇനി 1, 2, 3 ലെറ്റർ ക്യാൻസൽ ചെയ്യുമ്പോൾ J വന്നു. കറക്റ്റ് ആണ്. അപ്പോൾ അടുത്തത് ആരാണെന്നാണ് അറിയേണ്ടത്. ഫസ്റ്റ് ലെറ്റർ കണ്ടുപിടിക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. J കഴിഞ്ഞ് 3 ലെറ്റർ ക്യാൻസൽ ചെയ്യുക. 1, 2, 3 3 ക്യാൻസൽ ചെയ്തപ്പോൾ N ആണ് വന്നത്. ഫസ്റ്റ് ലെറ്റർ N. അപ്പോൾ ഇവനല്ല. ഏത് തന്നെയാണ്? ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ അല്ലേ. അപ്പോൾ N ആണെങ്കിൽ വീണ്ടും അടുത്ത 3 ലെറ്റർ ക്യാൻസൽ ചെയ്യും. 1, 2, 3 ക്യാൻസൽ ചെയ്യുമ്പോൾ R വന്നു അല്ലേ. ആറാണ്. NRV. നോക്കാം. വീണ്ടും 1, 2, 3 ലെറ്റർ ക്യാൻസൽ ചെയ്തു. V. കണ്ടോ, ഈസിയാണ്. ഈ ടേബിൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? പെട്ടെന്ന് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ടേബിൾ നമുക്ക് വരയ്ക്കാം. നമുക്ക് തന്നിരിക്കുന്ന പേപ്പറിൽ നമ്മൾ ആൻസർ ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് നമുക്ക് തരുന്ന പേപ്പറിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ടേബിൾ നമുക്ക് കൃത്യമായിട്ട് വരയ്ക്കാം കേട്ടോ. യെസ്, അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അവിടെ തന്നിരിക്കുന്നത് CAT, FDW, അതുപോലെ തന്നെ IGZ ആൽഫബറ്റ് സീരീസ് ആണ് അല്ലേ. ആൽഫബറ്റ് സീരീസ് ആണെങ്കിൽ തന്നെ അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ടേബിൾ നോക്കും അല്ലേ. എന്താണ് CAT? അപ്പോൾ ഞാൻ CAT പലതും പലതായതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഫസ്റ്റ് ലെറ്റേഴ്സ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് നമുക്ക് റിലേറ്റ് ചെയ്ത് നോക്കാം. സിയും എഫും. സി ഒരു സ്ഥലത്ത് കിടക്കുന്നു, എ ഒരു സ്ഥലത്ത് കിടക്കുന്നു, ടി അങ്ങ് ദൂരെ കിടക്കുന്നു. സോ നമുക്ക് ഫസ്റ്റ് ലെറ്റർ വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് റിലേറ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ബാക്കിയുള്ളതിലേക്ക് പോവാം. സി എഫ് അടുത്ത ഫസ്റ്റ് ലെറ്റർ നോക്കുമ്പോൾ ഐ ആണ്. നമുക്കൊരു കോമൺ റിലേഷൻ ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക. ഉണ്ടല്ലോ. സി കഴിഞ്ഞ് 2 ലെറ്റർ കഴിഞ്ഞ് എഫ് ഇട്ടിരിക്കുന്നു, എഫ് കഴിഞ്ഞ് 2 ലെറ്റർ കഴിഞ്ഞ് ഐ ഇട്ടിരിക്കുന്നു, ഐ കഴിഞ്ഞ് 2 ലെറ്റർ ഇട്ട് ആരെ വെക്കണം? എല്ലിനെ വെക്കണം. അപ്പോൾ എല്ലാണ്. അപ്പോൾ ഈ ഓപ്ഷൻ പോയി, ഈ ഓപ്ഷൻ പോയി. ഈ രണ്ടിലൊരു ഓപ്ഷൻ ആവാനാണ് സാധ്യത.
അപ്പോൾ LHDയും LJCയും ഒരെണ്ണം കണ്ടുപിടിക്കുമ്പോൾ തന്നെ കിട്ടും. അടുത്ത നമുക്ക് രണ്ടാമത്തെ ലെറ്റർ നോക്കാം. ADG നോക്കാം. വേറൊരു കളറിൽ പറയാം. ഓക്കെ, ആദ്യം നമ്മൾ A എടുത്തു, അത് കഴിഞ്ഞ് D എടുത്തു. D ആണല്ലേ ADG. അപ്പോൾ എന്ത് ചെയ്തു? 2 ലെറ്റർ ക്യാൻസൽ ചെയ്തു. ADG വീണ്ടും 2 ലെറ്റർ ക്യാൻസൽ ചെയ്തു. അപ്പോൾ 2 ലെറ്റർ ക്യാൻസൽ ചെയ്ത് വരണം J വരണം. J ആണെങ്കിൽ എന്തായിരിക്കണം? ആൻസർ നമുക്കിവിടെ കിട്ടി LJC ആവാനാണ് സാധ്യത. 2 ചെയ്തപ്പോൾ തന്നെ പിടി കിട്ടി. എന്നാലും മൂന്നാമത്തെ നോക്കാം. TWZ. ഓക്കെ, ആദ്യം എന്തെടുത്തു? T എടുത്തു, അത് കഴിഞ്ഞ് W എടുത്തു, Z എടുത്തു. T കഴിഞ്ഞ് 2 ലെറ്റർ ക്യാൻസൽ ചെയ്തു, ഇത് 2 കഴിഞ്ഞ് 2 ലെറ്റർ ക്യാൻസൽ ചെയ്തു, അത് കഴിഞ്ഞ് A ആണ്, Bയും ക്യാൻസൽ ചെയ്തു. അടുത്ത് എന്ത് വരണം? C ആണ് വരേണ്ടത്. സോ LJC ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാമല്ലോ. WYV. ഇപ്പോൾ ഇടയ്ക്കുള്ള ലെറ്റർ ആണ്. അപ്പോഴേ നമ്മൾ എന്ത് ചെയ്യണം? WYV അത് കഴിഞ്ഞ് ഒരു ചോദ്യചിഹ്നം ഇട്ടിട്ടുണ്ട്, അതിനടുത്ത് 2 ഇട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മൾ ഇടയ്ക്കുള്ള ലെറ്റർ ആയ സ്ഥിതിക്ക് നമ്മൾ കൺഫേം ചെയ്തേ നമ്മൾ ആൻസർ എഴുതാം. ഓട്ടെ, അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് റിലേറ്റ് ചെയ്യേണ്ട, അടുത്തടുത്ത് 2 കിടക്കയില്ലേ, ഇവന്മാരെ 2 റിലേറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതാണ് ബെറ്റർ. അപ്പോൾ നമുക്ക് ആദ്യം BDA. അപ്പം BDA നോക്കാം. ഒന്ന് B, അത് കഴിഞ്ഞ് D, അത് കഴിഞ്ഞ് A. അപ്പോൾ എന്താണ് തൊട്ട് മുന്നിലുള്ള ലെറ്റേഴ്സ് ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ലെറ്റർ മാത്രം വെച്ച് നോക്കാം. Bയും Iയും. ഓക്കെ, ആദ്യം നമ്മൾ B എടുക്കുന്നു, അത് കഴിഞ്ഞ് നേരെ Iയിലേക്ക് പോകുന്നു. അപ്പോൾ B എന്ന് പറയുന്നത് 2ാമത്തെ ലെറ്റർ ആയിരുന്നു. അത് കഴിഞ്ഞ് അതിന് തൊട്ട് മുമ്പ് I ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എത്ര കുറഞ്ഞ് കാണാം? 1 നോക്കാം. 1, 2, 3, 4, 5, 6, 7 മൈനസ് ഇതാണ് B വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് തൊട്ട് 7 ആണ് മൈനസ് ഇരിക്കുന്നത് പറയാം. നമുക്ക് എന്ത് ചെയ്യാം? Iക്ക് തൊട്ട് മുമ്പുള്ള ഒരു 7 ലെറ്റർ ഒന്ന് നോക്കാം. 1, 2, 3, 4, അല്ലെങ്കിൽ എന്ത് ചെയ്യണം? അതിന് വേണമെങ്കിൽ കൂട്ടാം. 1, 2, 3, 4, 5, 6, 7. P ആവാൻ സാധ്യതയുണ്ടോ? P ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് P ഒന്ന് ജസ്റ്റ് മൈനസ് ചെയ്ത് നോക്കാം. Pയിൽ നിന്ന് എത്ര മൈനസ് ചെയ്യണം? 7 മൈനസ് ചെയ്യണം. 1, 2, 3, 4, 5, 6, 7 മൈനസ് ചെയ്യുമ്പോൾ I തന്നെയാണ്. ഇനി നമ്മൾ ആൻസർ കൺഫേം ചെയ്യണമെങ്കിൽ Wയിൽ നിന്ന് 7 ഒന്ന് മൈനസ് ചെയ്ത് നോക്കണം. Wയിൽ നിന്ന് 7 മൈനസ് ചെയ്ത് നോക്കാം. 1, 2, 3, 4, 5, 6, 7 എന്ത് തന്നെയാണ്? P ആണ് ഇതിൻ്റെ ഇടയ്ക്കുള്ളതിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് P ആണ്. അപ്പോൾ P ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇവനല്ല. ഒറ്റ ഓപ്ഷൻ എന്താണ്? CPRO തന്നെയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി എന്നാലും നമുക്ക് 2ാമത്തെ ലെറ്റർ നോക്കാം. Dയും Kയും. ഓക്കെ, നമുക്ക് റെഡ് വെച്ച് നോക്കാം അല്ലേ. Dയും Kയും. D ഉണ്ട്, അടുത്തത് K ആണ്. D ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. ആ D കഴിഞ്ഞ് K അല്ലേ. അപ്പോൾ എത്രയാണ്? 1, 2, 3, 4, 5, 6, 7 ആണ്. വീണ്ടും അത് കഴിഞ്ഞ് നമുക്കൊരു 7 നോക്കാം. 1, 2, 3, 4, 5, 6, 7 6 PR തന്നെയാണ്. PRO സെറ്റായി. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ആൻസർ കൺഫേം ചെയ്യാനായിട്ട് വീണ്ടും ഒരു 7 മൈനസ് ചെയ്ത് നോക്കാം. 1, 2, 3, 4, 5, 6, 7 Y ആണ്. കറക്റ്റ്, Y ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഇടയ്ക്ക് 2ാമത്തൊക്കെയാണ് നമുക്ക് റിലേഷൻ തന്നിരിക്കുന്നത്, നമുക്ക് തരാത്തത് എങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സെക്കൻഡ് ആണെങ്കിൽ അടുത്തടുത്തുള്ള 2 റിലേഷൻ സെറ്റ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് അടുത്തതിലേക്ക് പോയി കൺഫേം ചെയ്തേ ആൻസർ എഴുതാവും. കാര്യം എന്തുകൊണ്ടാണ്? നമ്മൾ ഈ സീരീസ് എഴുതിയാലും തൊട്ടിപ്പുറത്തുമായിട്ട് എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് റിലേറ്റ് ചെയ്ത് നോക്കി കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ ആൻസർ എഴുതാവൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. എന്താ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? വീണ്ടും നമുക്ക് തന്നിരിക്കുന്നത് ഒരു സീരീസാണ്. ACFJ എന്നൊരു 2 തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം A മാർക്ക് ചെയ്യാം, അത് കഴിഞ്ഞ് C മാർക്ക് ചെയ്യാം, അത് കഴിഞ്ഞ് F മാർക്ക് ചെയ്യാം. 1 വിട്ടു, 2 ക്യാൻസൽ ചെയ്തു, അത് കഴിഞ്ഞിട്ട് 3 ക്യാൻസൽ ചെയ്തു, F അല്ലേ. J കഴിഞ്ഞ് അടുത്താണ് അറിയണം. അപ്പോൾ എത്ര ക്യാൻസൽ ചെയ്യണം? 1, 2, 3, 4 4 ക്യാൻസൽ ചെയ്യാത്ത O ആണ്. O ഉണ്ടാവും നോക്കാം. O ഉള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. ഇതാണ്. ഇവനല്ല O ആണ്. O കഴിഞ്ഞാൽ അടുത്ത് എത്ര ക്യാൻസൽ ചെയ്യണം? 1, 2, 3, 4 ക്യാൻസൽ ചെയ്തല്ലേ. അപ്പോൾ അടുത്ത 5 ക്യാൻസൽ ചെയ്യണം. 1, 2, 3, 4, 5 5 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ U ആയിരിക്കണം. OU ആണ്. ഓപ്ഷൻ A ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏത് രീതിയിലാണ് നമ്മളത് അപ്രോച്ച് ചെയ്യുന്നത് മനസ്സിലായല്ലോ. അടുത്ത നോക്കിയാൽ വീണ്ടും നമുക്ക് QYK, ദെൻ സെക്കൻഡ് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ISG EP ആണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇവരെ 2 പേരുടെയും റിലേഷൻ നമ്മൾ സെറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ പുറകോട്ട് വരുന്നതാണ് ബെറ്റർ. അപ്പോൾ നമുക്ക് ഇത് നോക്കാം. എങ്ങനെയാണ്? ISG ഉണ്ടല്ലേ. ISG. അപ്പം ഞാൻ ISG ഒന്ന് നോക്കാം. I എവിടെ? I ഇവിടെ ഉണ്ട്. S ഇങ്ങ് താഴെയാണ്. G ഉള്ളത് ഇതിൻ്റെ അപ്പുറത്താണ്. അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം. Iയും Eയും തമ്മിലുള്ള റിലേഷൻ നോക്കാം. Iയും Eയും തമ്മിലുള്ള റിലേഷനാണ് നമ്മൾ നോക്കുന്നത്.
ഐയും ഇയും. അപ്പോൾ ഐയിൽ നിന്ന് ഇയിലേക്ക് വരാൻ 1 2 3 4 മൈനസ് ചെയ്തിരിക്കുന്നു അല്ലേ, 4 മൈനസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിരിക്കുന്നത് എന്താണ്, സബ്ട്രാക്ട് ചെയ്താണ് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു 4 മൈനസ് ചെയ്ത് നോക്കാം. എന്ത് തന്നെയാണ്, അല്ലെങ്കിൽ 1 2 3 4 5 5 പ്ലസ് ചെയ്തു അല്ലേ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഒരു 5 പ്ലസ് ചെയ്ത് നോക്കാം. നമ്മൾ പുറകോട്ടല്ലേ ഇങ്ങോട്ടല്ലേ പോകുന്നത്, ഒരു 5 പ്ലസ് ചെയ്താലോ, ഇങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ചെയ്തായിരിക്കുമല്ലോ പോകുന്നത്. സോ 1 2 3 4 5 n ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആൻസർ കൺഫേം ചെയ്തിട്ട് എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ലെറ്റർ n ആണെന്ന് മനസ്സിലായി. വീണ്ടും ഞാനൊരു 4 പ്ലസ് ചെയ്ത് നോക്കുന്നു. 1 2 3 4 പ്ലസ് ചെയ്യുമ്പോൾ 6 അല്ലല്ലോ. നോക്കി എന്താ സംഭവിച്ചേ, ഇവിടെ n ആണ്, നമുക്കിവിടെ വന്നത് 1 2 3 പ്ലസ് ചെയ്ത് i വന്നു. വീണ്ടും 1 2 3 ആണല്ലേ ഇട്ടിരിക്കുന്നത്. അപ്പോൾ m ആയിരിക്കും വരാൻ സാധ്യത. ഞാൻ എണ്ണിയത് എന്ത് ചെയ്തു, തെറ്റിപ്പോയതാണ്. ജസ്റ്റ് നോക്കാം. 1 2 3 4 1 2 3 4 m ആണ് കേട്ടോ, m ആണ്. എനിക്ക് തെറ്റിപ്പോയതാണ്, m ആണ്. ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് തെറ്റിപ്പോയതാണ്, m ആണ്. വീണ്ടും 1 2 3 നമുക്ക് m കഴിഞ്ഞു 1 2 3 4. അപ്പോൾ അടുത്തത് q ആണ്, ഇതല്ല കേട്ടോ, q ആണ്. q എന്നല്ലോ, q ആണ് ഫസ്റ്റ് ലെറ്റർ. യെസ്, ഫസ്റ്റ് ലെറ്റർ q. ക്ലിയർ. അപ്പോൾ സെറ്റായി, ആ റിലേഷൻ സെറ്റായി. അപ്പോൾ m ആണ് ഓപ്ഷനിൽ വരേണ്ടത്. അപ്പോൾ ഈ ഓപ്ഷനും ഒഴിവാക്കാം, ഈ ഓപ്ഷനും ഒഴിവാക്കാം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്തുവാ, വീണ്ടും നമുക്ക് പിയും എസും തമ്മിൽ റിലേറ്റ് ചെയ്യാം. പിയും എസും തമ്മിൽ റിലേറ്റ് ചെയ്യാൻ നമുക്ക് മറ്റൊരു കളർ എടുക്കാം. പിയും എസും അല്ലേ, പി നമ്മളിലുണ്ടല്ലോ, പി എവിടെ ഉണ്ടാ, പി ഉണ്ട്. ഇതാണ് പി. പി കഴിഞ്ഞിട്ട് എസ്. പി എസിലേക്ക് വന്നിരിക്കുന്നത് എങ്ങനെയാണ്, 1 2 3 3 ലെറ്റർ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. 3 ലെറ്റർ ആഡ് ചെയ്തപ്പോൾ എസ് വന്നു. വീണ്ടും ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് വീണ്ടും ഒരു 3 ലെറ്റർ ആഡ് ചെയ്ത് നോക്കാം. 1 2 3 3 ലെറ്റർ ആഡ് ചെയ്തപ്പോൾ എന്ത് വന്നു, നമുക്ക് വരുന്നത് വി ആണ്. വി ആണല്ലോ, എം വി. രണ്ടെണ്ണത്തിലും വി ആണല്ലേ, രണ്ടെണ്ണം നമ്മൾ ചെയ്യേണ്ടായിരുന്നു. എം വി എന്ന് കിട്ടി, എം വി. ഓക്കെ, രണ്ടാമത്തത് കിട്ടി എം വി. നമുക്ക് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാം. കൺഫേം ചെയ്യേണ്ട ആവശ്യമില്ല, വി തന്നെയാണ്. 1 2 3 വൈ. കറക്റ്റ്. ഇനി ലാസ്റ്റ് ലെറ്റർ നോക്കാം. ഒന്നുകിൽ ഐ എന്തായിരിക്കും, ഐ ആയിരിക്കും, അല്ലെങ്കിൽ ജെ ആയിരിക്കും. ഇ ജി ആയല്ലേ, നമുക്ക് ഇ ജി ആയത് നോക്കാമല്ലോ. ഇ ജി ആയത് ആദ്യം ഇ ആയിരുന്നു, ഇ എന്തായി, ജി ആയി. ഇ ജി ആയി, അപ്പോൾ 1 ആണ്. അപ്പോൾ അടുത്തത് ഐ ആയിരിക്കും. ഐ ഓക്കെ, ഐ ആണെങ്കിൽ അടുത്ത് എന്തായിരിക്കണം, കെ ആയിരിക്കണം. അപ്പോൾ ഐ ആണ് വരേണ്ടത്. എം വി ഐ ഓപ്ഷൻ ഏതാണ്, ബി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. അപ്പോൾ നമ്മൾ പുറകോട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ നമ്മൾ ചെക്ക് ചെയ്തത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ സീരീസ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, എം വി ഐ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. വീണ്ടും നോക്കി, നമുക്ക് ഡി ഐ ബി എച്ച് എം എഫ് അതുപോലെ തന്നെ എൽ ക്യു ജെ ആണ് തന്നിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് നമ്മളെ ടേബിൾ ഒന്ന് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഡി എച്ച് എൽ ഫസ്റ്റ് ലെറ്റേഴ്സിന്റെ റിലേഷൻ നോക്കാം അല്ലേ. ഡിയും എച്ചും അതുപോലെ തന്നെ എച്ചും എല്ലും തമ്മിൽ റിലേഷൻ ഉണ്ടോ നോക്കാം. ആദ്യം ഞാൻ ഡി മാർക്ക് ചെയ്തു. ഡി എച്ച് ആയി, എച്ച് എൽ ആണല്ലേ. എന്ത് സംഭവിച്ചിരിക്കുന്നു, 3 ലെറ്റർ ക്യാൻസൽ ചെയ്ത് പോകുന്നു അല്ലേ. അപ്പോൾ നമുക്ക് 3 ലെറ്റർ ഒന്ന് ക്യാൻസൽ ചെയ്ത് കളയാം. 3 എമ്മും എന്നും ഓയും ക്യാൻസൽ ചെയ്തപ്പോൾ പി ആവാൻ സാധ്യതയുണ്ട്. പി ആണെങ്കിൽ 2 ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് അല്ലേ. ഈ ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. സോ 2 ഓപ്ഷൻസ് ആണ്, ബിയും യു ആണ്. രണ്ടും ഡിഫറൻ്റ് ആയതുകൊണ്ട് നമുക്ക് സെക്കൻഡ് ലെറ്റർ മാത്രം കണ്ടുപിടിച്ച് നോക്കിയാൽ മതി. ഐ എം, ഐ എന്താണ്, ഐ ഇവിടെ ഉണ്ട് അല്ലേ. ഐ നമുക്ക് വേറൊരു കളർ പറയാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ വരും. ഐ ഉണ്ട്, അത് കഴിഞ്ഞ് എം. അപ്പോൾ എത്ര ലെറ്റർ ക്യാൻസൽ ചെയ്തിരിക്കുന്നു, 3 ലെറ്റർ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. അത് കഴിഞ്ഞ് ക്യൂ ആണ്. 1 2 3 3 ലെറ്റർ ക്യാൻസൽ ചെയ്തപ്പോൾ ക്യൂ വന്നു. വീണ്ടും 1 2 3 3 ക്യാൻസൽ ചെയ്തപ്പോൾ അടുത്ത യു. അങ്ങനെയാണെങ്കിൽ ആൻസർ വരേണ്ടത് എന്തുമായിരിക്കണം, നമുക്ക് ആദ്യ ലെറ്റർ പി ആണെന്ന് കിട്ടി, അടുത്ത എന്തായിരിക്കണം, യു ആയിരിക്കണം. യു ആണെങ്കിൽ ഏതാണ്, ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാം. 2 ചെയ്താൽ മതി. 2 ചെയ്യുമ്പോൾ തന്നെ ആൻസർ കിട്ടും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൺഫേം ചെയ്യാൻ നിൽക്കണ്ട. എന്നാലും നമുക്ക് ജസ്റ്റ് നോക്കാം. ബി എഫ്, ബി ആയിരുന്നു, അത് എഫ് ആയി. 3 ക്യാൻസൽ ചെയ്തു. അടുത്ത 3 ക്യാൻസൽ ചെയ്തു, ജെ ആയി അല്ലേ. അടുത്ത 3 1 2 3 3 ക്യാൻസൽ ചെയ്തു. അടുത്ത എൻ ആണ്. എസ് പി യു എൻ തന്നെയാണ് ആൻസർ. ഓപ്ഷൻ എവിടെയാണ്, ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ എന്താണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എൻ ഒ എ പി ക്യു ബി ആർ എസ് സി. എൻ ഒ എ നമുക്ക് നോക്കാമല്ലോ, ജസ്റ്റ് നോക്കാമല്ലോ, നമുക്ക് റിലേറ്റ് ചെയ്ത് നോക്കാം. അത് നമുക്ക് ഫസ്റ്റ് ലെറ്റേഴ്സ് മാത്രം വെച്ചും നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. എന്നും പിയും തമ്മിൽ ബന്ധമുണ്ടോ നമുക്ക് നോക്കാം. എൻ പി 1 ലെറ്റർ ക്യാൻസൽ ചെയ്തിരിക്കുന്നു അല്ലേ. അത് കഴിഞ്ഞ് ആർ 1 ലെറ്റർ ക്യാൻസൽ ചെയ്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 1 ലെറ്റർ ക്യാൻസൽ ചെയ്ത് ടി ആയിരിക്കണം.
ഫസ്റ്റ് ലെറ്റർ ചെയ്യുമ്പോൾ എന്ത് കിട്ടി? നമുക്ക് ടി എന്ന് കിട്ടി. നമ്മൾ എന്ത് ചെയ്യണ്ട? നമ്മളിനി തിരിഞ്ഞു പിരിഞ്ഞ് നോക്കണ്ട. ഓപ്ഷൻ എ തന്നെയാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. എന്നാലും ജസ്റ്റ് നോക്കാം. OQR, OQS അല്ലേ? O ആണ് ആദ്യം, O, അത് കഴിഞ്ഞ് Q ആണ്, അതിന് S ആണ്, അടുത്തത് U ആണ്. കറക്റ്റ് ആണല്ലോ? U ആണ്. അടുത്ത നോക്കാം. AQS, സോറി ABC, അടുത്തത് D ആയിരിക്കും. ABCD എന്ന് പറയുമ്പോൾ അടുത്ത എന്താണ്? ഓപ്ഷൻ എ തന്നെയാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ അല്ലേ? ശരി, അടുത്ത നമുക്ക് നോക്കാം. TRPNL ആണ് തന്നിരിക്കുന്നത്. ജസ്റ്റ് നോക്കാം. T ഉണ്ട്, R ഉണ്ട്, P ഉണ്ട്, N ഉണ്ട്, L ഉണ്ട് അല്ലേ? അപ്പോൾ രണ്ട് എന്താണ്? ഓരോ ഓൾട്ടർനേറ്റ് അല്ലേ? ഓരോണ്ണം ഒന്ന് ക്യാൻസൽ ചെയ്യുന്നു, അടുത്ത പോകുന്നു. അടുത്ത രണ്ടെണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. ജെയും എച്ചും. ഏതാണ്? ഓപ്ഷൻ എന്താണ്? സി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത വീണ്ടും നമുക്ക് നോക്കാം. ADG ഉണ്ട്, അതുപോലെ തന്നെ GJM ഉണ്ട്, MPS ഉണ്ട്. നോക്കാം. ADG ഫസ്റ്റ് ലെറ്റേഴ്സ് തമ്മിൽ ബന്ധമുണ്ടോ, അല്ലെ നമുക്ക് ഇവർ മൂന്ന് പേരും ബന്ധമുണ്ടോ നോക്കാം. ADG കഴിഞ്ഞല്ലോ. നമുക്ക് നോക്ക്, ഇവന്റെ ലാസ്റ്റ് ലെറ്റർ ആണ് അടുത്ത ഫസ്റ്റ് ലെറ്റർ അല്ലേ? തന്നെ GJM കണ്ടോ? വ്യക്തമായ ഒരു എന്തുന്നുണ്ട്? ഒരു ബന്ധം ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഇവിടുത്തെ ലാസ്റ്റ് ലെറ്റർ ആണ് അടുത്ത ഫസ്റ്റ് ലെറ്റർ. അപ്പോൾ നോക്കിയേ, വീണ്ടും M, നമുക്ക് അങ്ങനെ തന്നെ നോക്കാം. MPS കറക്റ്റ് ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അടുത്ത് എന്തായിരിക്കണം? S തുടങ്ങണം അല്ലേ? S തുടങ്ങിക്കഴിഞ്ഞാൽ എസ് എത്ര ലെറ്റർ ക്യാൻസൽ ചെയ്യണം? രണ്ടെണ്ണം വിടണം അല്ലേ? V രണ്ടെണ്ണം വിട്ടു, വീണ്ടും രണ്ടെണ്ണം വിട്ടു. SVY എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. കണ്ടോ? ഈസി ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ആൽഫബറ്റ് സീരീസ് ആണ്. ഓക്കെ, അപ്പോൾ ആൽഫബറ്റ് സീരീസുമായി ബന്ധപ്പെട്ട ടോപ്പിക്കിലുള്ള ക്വസ്റ്റ്യൻസുകളും അതുപോലെ തന്നെ നമ്മൾ നമ്പർ സീരീസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്തൊരു പാർട്ടും കൂടെ ഉണ്ട്. നമുക്ക് സീരീസുമായി ബന്ധപ്പെട്ട് ഒരു പാർട്ട് ക്ലാസ്സും കൂടെ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സീരീസുമായി ബന്ധപ്പെട്ട പൂർണ്ണമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കുക. വീണ്ടും നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.